ഹായ് ഡിയേഴ്സ്, അസ്സാം വലൈക്കും. വെൽക്കം ബാക്ക് ടു സേഫാസ് കുക്ക് ബുക്ക്. ഞാനിന്നിവിടെ കാണിക്കുന്നത് തേങ്ങാച്ചോറിൻ്റെ റെസിപ്പിയാണ്. അയില കൊണ്ടാണ് ഞാൻ തേങ്ങാച്ചോറ് ഉണ്ടാക്കിയിരിക്കുന്നത്. വളരെ സിമ്പിളായിട്ട് നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. വലിയ പ്രോസസ്സൊന്നുമില്ല. പിന്നെ അതിനു വേണ്ടി ഞാനൊരു ചീനച്ചട്ടി അടുപ്പിൽ വെച്ചിട്ട് അയില ഒരു 4 അയില വലുതാണ്. അപ്പോൾ അതൊന്ന് മുളക് മഞ്ഞളൊക്കെ ഉപ്പൊക്കെ ഇട്ടിട്ട് ഫ്രൈ ചെയ്ത് വെച്ച്, പിന്നെ ആ എണ്ണയിൽ തന്നെ ഒരു 3 ഓനിയനും 2 ടൊമാറ്റോയും 3-4 പച്ചമുളകും ജിഞ്ചർ ഗാർലിക് പേസ്റ്റൊക്കെ ഇട്ടിട്ട് ഒന്ന് ജസ്റ്റ് വഴറ്റി വെക്കുക. പിന്നെ തേങ്ങ, പെരിഞ്ചീരകം, അരമുറി തേങ്ങ, ഒരു ടേബിൾ സ്പൂണ് പെരിഞ്ചീരകം, മഞ്ഞളും ഇട്ടിട്ട് അതൊന്ന് അരച്ചെടുക്കുക. അധികം അരയേണ്ട ആവശ്യമില്ല. പിന്നെ ഇതിന് വേണ്ടിയിട്ട് ചോറുണ്ടാക്കാൻ വേണ്ടിയിട്ട് പാത്രം അടുപ്പിൽ വെച്ചിട്ട് അതിലേക്ക് ഗ്രാമ്പു പട്ട ഒക്കെ ഇട്ടിട്ട് വെളിച്ചെണ്ണയും ഗീയും ഇട്ടിട്ടുണ്ട്. അപ്പോൾ ഗ്രാമ്പു പട്ടയൊക്കെ ഇട്ടിട്ട് ആവശ്യത്തിനുള്ള വെള്ളം ഒഴിക്കുക. 3 കപ്പ് റൈസാണ് എടുത്തിരിക്കുന്നത്, അരിയാണ് എടുത്തിരിക്കുന്നത്. അതിൽ 6 കപ്പ് പൊന്നി റൈസാണ് ഞാൻ ഉപയോഗിച്ചിരിക്കുന്നത്. അപ്പോൾ 6 കപ്പ് വെള്ളം എടുക്കുക. എന്നിട്ട് ഇപ്പോൾ നമ്മളെ ഉള്ളിയൊക്കെ വഴന്ന് വന്നിട്ടുണ്ട്. അതിലേക്ക് 2 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടിയും 1 ടേബിൾ സ്പൂണ് മുളക് പൊടി. ഇത് കാശ്മീരി ചില്ലിയാണ്. സ്പൈസി ചില്ലി പൗഡറാണെങ്കിൽ കുറച്ചിട്ടാൽ മതിയാവും. പിന്നെ അതും കുറച്ച് മീറ്റ് മസാലപ്പൊടി ഇട്ടിട്ട് ഒന്ന് ജസ്റ്റ് വഴറ്റിയെടുത്തതിന് ശേഷം നമ്മൾ അരച്ചു വച്ചിരിക്കുന്ന അരപ്പ് ഒഴിച്ചു കൊടുക്കുക. തേങ്ങ അധികം അരയേണ്ട ആവശ്യമില്ല, ഒന്ന് ഒതുങ്ങി കിട്ടിയാൽ മതിയാവും. എന്നിട്ട് അതിലേക്ക് അയില ഫ്രൈ ചെയ്തതും കൂടി ഇട്ട് കൊടുത്തിട്ട് നന്നായി ഇളക്കി യോജിപ്പിക്കുക. ആവശ്യത്തിനുള്ള ഗരം മസാല പൊടിയും കൂടി ഇട്ട് കൊടുക്കണം. പൊടിയൊക്കെ ഒരാൾ ആവശ്യത്തിന് ഇട്ട് കൊടുത്താൽ മതി. എന്നിട്ട് മല്ലിച്ചപ്പും കറിവേപ്പിലും ഇട്ട് കൊടുക്കുക. അപ്പോൾ നമ്മളെ വെള്ളം ഏകദേശം ഒന്ന് തിളച്ച് വന്നിട്ടുണ്ട്. അതിലേക്ക് അരി ഇട്ട് കൊടുക്കുക. പൊന്നി റൈസാണ് ഇതിന് കൂടുതൽ നല്ലത്. മറ്റുള്ള റൈസാകുമ്പോൾ ഒരുപാട് വേവുണ്ടാവും. പൊന്നി റൈസാകുമ്പോൾ പെട്ടെന്ന് ബിരിയാണി റൈസ് പോലെ തന്നെ വെന്ത് കിട്ടും. പിന്നെ ഇതൊന്ന് തിളച്ച് കഴിഞ്ഞാൽ നമ്മൾ ഉണ്ടാക്കി വെച്ച മസാല അതിലേക്ക് ഇട്ട് കൊടുക്കുക. പിന്നെ ആവശ്യത്തിനുള്ള ലെമണും ഒരു ലെമണൊക്കെ ഇട്ട് കൊടുക്കുക. പിന്നെ ഇത് ചോറൊക്കെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ അതിലേക്ക് കറിവേപ്പിലയും മല്ലിയിലൊക്കെ ഇട്ട് കൊടുക്കുക. വളരെ സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ പറ്റിയ ഒരു ചോറാണിത്. അപ്പോൾ എൻ്റെ ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ്, ലൈക്ക്, ഷെയർ ഒക്കെ ചെയ്യുക. താങ്ക് യു. ബൈ. അസ്സലാമു അലൈക്കും.